നമസ്കാരം. പ്രമുഖ കയറ്റുമതി വ്യവസായി BM മുംതാസ് അലിയുടെ മരണത്തിന് പിന്നിൽ ഹണി ട്രാപ്പ് എന്ന് പോലീസ്. കുളൂർ പാലത്തിനടിയിൽ നിന്നായിരുന്നു മുംതാസ് അലിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ റഹ്മത്ത് എന്ന സ്ത്രീ ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. റഹ്മത്ത്, അബ്ദുൾ സത്താർ, ഷാഫി, മുസ്തഫ, സുഹൈബ്, സിറാജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. റഹ്മത്തുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയതെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇവർ വീണ്ടും മുംതാസ് അലി സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. റഹ്മത്ത് ഉൾപ്പെട്ട സ്വകാര്യ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ മുംതാസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. ജൂലൈ മുതൽ ഈ സംഘം 50 ലക്ഷം രൂപ മുംതാസ് അലിയിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. കൂടുതൽ പണം ആവശ്യപ്പെട്ട് സംഘം ഭീഷണി തുടർന്നതോടെയാണ് മുംതാസ് അലി ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. കോൺഗ്രസ് മുൻ MLA മൊഹീദ്ദീൻ ബാവയുടെയും ജനതാദൾ എസ് മുൻ MLC BM ഫാറൂഖിൻ്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി. താൻ മടങ്ങി വരില്ലെന്ന് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ പുലർച്ചെ മുംതാസ് അലി സന്ദേശം അയച്ചിരുന്നു. ഇന്നലെ പുലർച്ചെ 5 ദേശീയപാത 66 കുളൂർ പാലത്തിന് മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ആഡംബരക്കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പനമ്പൂർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു. മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിൻ്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ ഉൾപ്പെട്ട സംഘവും NDRFും ചേർന്ന് നടത്തിയ തെരച്ചിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 3 മുംതാസ് അലി വീട് വിട്ടതായി മകൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ വീട്ടിൽ നിന്ന് കാർ എടുത്ത് ഇറങ്ങിയ മുംതാസ് അലി പുലർച്ചെ 5 മണിയോടെ കുളൂർ പാലത്തിന് മുകളിൽ കാർ പാർക്ക് ചെയ്തത് കണ്ടവരുണ്ട്. പിന്നീട് മകളുടെ ഫോണിലേക്ക് താൻ തിരിച്ചു വരില്ല എന്നൊരു മെസ്സേജ് അയക്കുകയായിരുന്നു. ഇത് കണ്ടതോടെയാണ് മകൾ മുംതാസ് അലിയെ അന്വേഷിച്ചിറങ്ങിയത്. മുൻവശത്ത് ഇടിച്ചു തകർന്ന നിലയിൽ മുംതാസ് അലിയുടെ കാർ പുഴയുടെ ഒരു വശത്ത് കണ്ടെത്തിയ മകളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മംഗളൂരുവിലെ പ്രമുഖ വ്യവസായിയാണ് മുംതാസ് അലി. മംഗളൂരുവിലുള്ള കാട്ടിപ്പറയിലുള്ള മിസ്ബ വിമൻസ് കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയായ മുംതാസ് അലിക്ക് മത്സ്യക്കയറ്റുമതി ബിസിനസ്സുമുണ്ട്. മംഗളൂരുവിലെ മലയാളി സമൂഹമായും കാന്തപുരം AP സുന്നി വിഭാഗവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മുംതാസ് അലിയുടെ മരണം ജില്ലയിലെ വ്യവസായി സമൂഹത്തിനിടയിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മുംതാസ് അലിയുടെ ബിസിനസ് ഇടപാടുകളും സാമ്പത്തിക ബാധ്യതകളും ഉണ്ടായിരുന്നോ എന്നതടക്കം പോലീസ് പരിശോധിച്ചിരുന്നു.